അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് ജഗജ്ജനനിയായ ആ അമ്മയുടെ ത്രിഭുവനേശ്വരിയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ബ്രഹ്മോവാച യദാ കദാപി ദൈത്യേന്ദ്ര നാര്യാസ്തേ മരണം ധ്രുവം നരേഭ്യോ മഹാഭാഗ മൃതിസ്തേ മഹിഷാസുരാം. വ്യാസ ഉവാച ഏവം ദത്വാ വരം തസ്മൈ യയൗ ബ്രഹ്മാ നിജാലയം സോപി ദൈത്യവരപ്രാപ നിജം സ്ഥാനം മുദാന്വിത. രാജോവാച महिष कस्य पुत्रोऽसौ कथं जातो महाबली कथं च माहिषं रूपं प्राप्तं तेन महात्मना। व्यास उवाच धनो पुत्रौ महाराजा विख्यातौ क्षितिमण्डले रम्भश्चैव करम्भश्च द्वावास्तां दानवोत्तमौ। तावपुत्रौ महाराजा पुत्रार्थं ते पतुस्तपा बहून् वर्षगणान् कामं पुण्ये पञ्चनदे जले। करम्भस्तु जले मग्नश्चकार परमं तपा वृक्षं रसालवटं प्राप्य रम्भो अग्निमसेवयल्। पञ्चाग्निसाधनासक्ता
സരംഭസ്തു യഥാ ഭവൽ ജ്ഞാത്വാ ശചീപതിർ ദുഃഖമുദ്യയൗ ദാനവൗ പ്രതി ഗത്വാ പഞ്ചനദേ തത്ര ഗ്രാഹരൂപം ചകാരഃ വാസവസ്തു കരംഭം തം തദാ ജഗ്രാഹപാദയോ നിജഘാന ച തം ദുഷ്ടം കരംഭം വൃത്രസൂദന ഭ്രാതരം നിഹതം ശ്രുത്വാ രംഭ കോപം പരം ഗതാ സ്വശീർഷം പാവകേ ഹോതുമൈച്ഛിത്വാ കരേണഃ കേശപാശേ ഗൃഹീത്വാശു വാമേന ക്രോധസംയുത ദക്ഷിണേന കരേണോഗ്രം ഗൃഹീത്വാ ഖഡ്ഗമുത്തമം ഛിനത്തി ശീർഷം തത്താവത് വഹ്നിനാ പ്രതിബോധിത ഉക്തശ്ച ദൈത്യമൂർഘോസി സ്വശീർഷം ഛേത്തുമിച്ഛസി ആത്മഹത്യാദിദുസ്സാധ്യാ കഥം ത്വം കർത്തുമുദ്യത വരം വരയ ഭദ്രം തേ യസ്തേ മനസി വർത്തത്തെ മാ മ്രിയസ്വ മൃതേനാദ്യ കിം തേ കാര്യം ഭവിഷ്യതി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാവ് പറഞ്ഞു, സ്ത്രീമുഖേന നിന്മരണം ഉണ്ടായിടും തീർച്ചയായും, ആണിൽ നിന്നും മരണമുണ്ടാകുകയില്ല. വ്യാസം പറഞ്ഞു, ഈ വിധം വരം നൽകിയ ബ്രഹ്മദേവൻ തിരിച്ചുപോയി, സന്തോഷിച്ചു മഹിഷനും മടങ്ങിപ്പോയി. രാജാവ് പറഞ്ഞു, മഹിഷനാരുടെ പുത്രൻ ശക്തനായതുമെങ്ങിനെ മഹിഷരൂപം ലഭിച്ചതേതു വിധത്തിൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ധനുവിനു 2 പുത്രർ, രംഭനും കരംഭൻ താനും. കീർത്തി കേട്ട ദൈത്യന്മാരാണല്ലോ അവരും. 2 പേർക്കും പുത്രന്മാരില്ലാത്തതിനാൽ പഞ്ചനദ പുണ്യതീർത്ഥത്തിങ്കലവർ തപസ്സു ചെയ്തു. കരംഭൻ ജലത്തിൽ മുങ്ങി തപം ചെയ്തു. രംഭനപ്പോൾ രസാലവട വൃക്ഷത്തെ ആശ്രയിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പഞ്ചനദത്തിങ്കലെത്തി രംഭൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപം ചെയ്യുന്നതറിഞ്ഞു. ദേവേന്ദ്രനു അത്യധികം വ്യാകുലനായി.
പഞ്ചനദത്തിങ്കലെത്തി മുതലയായി ഊളിയിട്ടു കരംഭൻ തൻ കാലിലായി പിടികൂടിനാൻ. ദുഷ്ടനായ കരംഭനെ ദേവേന്ദ്രൻ വധിച്ചുവല്ലോ. വാർത്ത കേട്ടു രംഭനേറെ കോപിതനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സ്വശിരസ്സു മുറിച്ചു അഗ്നിയിൽ ഹോമിക്കുവാനായി വാളെടുത്തു മുടിക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. അലം കയ്യാലുഗ്രമായ വാളെടുത്തു തല കൊയ്യാൻ തുടങ്ങവേ അഗ്നിദേവൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, സ്വശിരസ് മുറിക്കുന്നു വിഡ്ഢി നീയും, ആത്മഹത്യക്കെന്തേ നീയും തുനിഞ്ഞിടുന്നു. നിനക്കു നന്മ വരട്ടെ, വരം ചോദിച്ചിടൂ ഇപ്പോൾ, മരിക്കുന്നതു കൊണ്ടെന്തു ലഭിക്കും ചൊല്ലൂ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു. ജ്ഞാനാംബികേ ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു. ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങളെ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 429-ാമത്തെ ദിവസം നാം വിചാരം ചെയ്യുന്നു. അതാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ് നമ്മൾ പ്രഭാഷണം ആരംഭിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്, മഹിഷൻ വലിയ വരം മോഹിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഒരു സ്ത്രീ നിമിത്തം വേണമെങ്കിൽ ഞാൻ മരിച്ചോട്ടെ, ഒരു സ്ത്രീക്ക് എന്നെ കൊല്ലാൻ എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, യഥാ കഥാപി ദൈത്യേന്ദ്ര നാര്യാസ്തയ മരണം ധ്രുവം. എന്തായാലും ഹേ ദൈത്യേന്ദ്ര, അങ്ങയ്ക്ക് ഒരു സ്ത്രീ വഴി തന്നെയായിരിക്കും മരണം, അത് ധ്രുവം തീർച്ചയാണ്.
നരേഭ്യോ മഹാഭാഗ, ആണിൽ നിന്ന് ഒരിക്കലും മൃതിസ്തേ മഹിഷാസുര, അങ്ങയ്ക്ക് മരണം ഉണ്ടാവില്ല. മൃതിസ്തേ, ഒരിക്കലും അങ്ങയ്ക്ക് മരണം ഉണ്ടാവില്ല. ഒരാണിൽ നിന്ന്, ഒരു സ്ത്രീയിൽ നിന്നായിരിക്കും അങ്ങയുടെ മരണം. വ്യാസൻ തുടർന്ന് പറയുന്നു, ഏവം ദത്വാ വരം തസ്മൈ യയോ ബ്രഹ്മ നിജാലയം. ബ്രഹ്മാവ് വരം കൊടുത്തിട്ട് നിജാലയം, തൻ്റെ സ്ഥാനത്തേക്ക് സത്യലോകത്തെ തിരിച്ചുപോയി. സോപി ദൈത്യവരപ്രാപ്ത നിജം സ്ഥാനം മുദാന്വിത. ആ ദൈത്യശ്രേഷ്ഠൻ, ദൈത്യവരൻ, അദ്ദേഹവും അതെ സന്തോഷത്തോടുകൂടി മുദാന്വിത നിജം സ്ഥാനം പ്രാപ, തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി, അവിടേക്ക് പോയി. രാജാവ് പറയുന്നു, മഹിഷ കസ്യപുത്രോസൗ കഥം ജാതോ മഹാബലി. ജനമേജയൻ ചോദിക്കുകയാണ്, മഹിഷൻ ആരുടെ മകനാണ്, എങ്ങനെയാണ് ഇത്രയും ശക്തനായി തീർന്നത്? കഥം ച മാഹിഷം രൂപം പ്രാപ്തം തേന മഹാത്മന, ആ മഹാത്മാവിന്, ആ ശ്രേഷ്ഠന് എങ്ങനെയാണ് ഒരു മഹിഷത്തിൻ്റെ രൂപം, ഒരു പോത്തിൻ്റെ രൂപം ലഭിച്ചത്? വ്യാസൻ മറുപടി പറയുന്നു, ധനോപുത്രോ മഹാരാജ വിഖ്യാതോ ക്ഷിതിമണ്ഡലേ. ധനുവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവര് ഈ ഭൂമിയിൽ വളരെ വിഖ്യാതരായിരുന്നു, കീർത്തി കേട്ട ആളുകളായിരുന്നു എന്നാണ്. എന്താ അവരുടെ പേര്? രംഭശ്ചൈവ കരംഭശ്ച. ഒരാളുടെ പേര് രംഭൻ, മറ്റേ ആളുടെ പേര് കരംഭൻ. ദ്വാവാസ്താം ദാനവോത്തമവും. ആ 2 പേരും വളരെ ദാനവന്മാരിൽ, ധനുവിൻ്റെ മക്കളായതുകൊണ്ട് ദാനവന്മാരിൽ വളരെ കീർത്തി കേട്ട ആളുകളായിരുന്നു, ശ്രേഷ്ഠരായിരുന്നു, ഉത്തമന്മാരായിരുന്നു. താപപുത്രോ മഹാരാജ പുത്രാർത്ഥം തേ പതുസ്തപ ബഹൂൻ വർഷഗണാൻ കാമം പുണ്യേ പഞ്ചനദേ ജലെ. അവർക്ക് 2 പേർക്കും പുത്രന്മാരുണ്ടായിരുന്നില്ല. പുത്രന്മാരുണ്ടാവാൻ വേണ്ടി, അതിനുവേണ്ടി അവര് തപസ് ചെയ്തു. എവിടെ? പഞ്ചനദേ ജലേ, പുണ്യേ പഞ്ചനദേ. പുണ്യം നിറഞ്ഞ ആ പഞ്ചനദത്തിലെ തീർത്ഥത്തിൽ അവിടെ അനേകായിരം വർഷം അവർ തപസ്സനുഷ്ഠിച്ചു. എങ്ങനെയാ തപസ്സുണ്ടായത്? കരംഭസ്തു ജലേമഗ്നശ്ചകാര പരം തപ. കരംഭൻ ആ പുണ്യജലത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ടാണ് കഠിനമായ തപസ് ചെയ്തത്. രംഭനോ വൃക്ഷം രസാലവടം പ്രാപ്യ, രസാലവട വൃക്ഷത്തെ ആശ്രയിച്ച് അഗ്നിയെ സേവിച്ചു. ആര്? രംഭൻ. അപ്പൊ വടയക്ഷിണി തന്ത്രത്തിൽ രസാലവടം എന്ന് പറയാറുണ്ട്. അതൊരു പ്രത്യേകതരം മരമാണ്. അപ്പൊ ആ മരത്തിൽ അതിനെ ആശ്രയിച്ച് അഗ്നിയെ ആരാധിച്ചു. പഞ്ചാഗ്നി സാധനാസക്താസരംഭസ്തു യഥാഭവൽ. രംഭൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുന്നതായി അറിഞ്ഞു ദേവേന്ദ്രൻ. ജ്ഞാത്വാ ശചീപതിർ ദുഃഖമുദ്യയോ ദാനവോ പ്രതി. ആ ദൈത്യന്മാരുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെ ആലോചിച്ച് ദേവേന്ദ്രൻ വല്ലാതെ വ്യാകുലനായി തീർന്നു. എന്നിട്ടോ ഗത്വ പഞ്ചനദേ തത്ര, ആ പഞ്ചനദത്തിൽ എത്തി. ഗ്രാഹരൂപം ചകാരഹ, എന്ത് ചെയ്തു? ദേവേന്ദ്രൻ ഒരു മുതലയുടെ രൂപം സ്വീകരിച്ചു. വാസവാസ്തു കരംഭം തം തഥാ ജഗ്രാഹ പാദയോ. എന്നിട്ട് ആ തീർത്ഥത്തിൽ മുങ്ങി, ആ തീർത്ഥത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കരംഭന്റെ കാലിൽ പോയി പിടികൂടി. അതുകൊണ്ടാണ് ഗ്രാഹം എന്ന് മുതലയ്ക്ക് പേര്, അല്ലേ? കാലിൽ അങ്ങനെ പിടിച്ചു. എന്നിട്ടോ നിജഘാന ചതം ദുഷ്ടം കരഭം വൃത്രസൂദന. വൃത്രഹന്താവായിരിക്കുന്ന ആ ദേവേന്ദ്രൻ അങ്ങനെ ആ കരംഭനെ വെള്ളത്തിൽ കൊന്നു. അങ്ങനെ ഈ സമയത്ത് ഭ്രാതരം നിഹതം ശ്രുത്വ, തൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് രംഭ കോപം പരംഗത. രംഭന് പരമമായ അടക്കാനാവാത്ത കോപം ഉണ്ടായി. സ്വശീർഷം പാവകേ ഹോതും ഐച്ഛിത്വാ കരേണ. എന്തു ചെയ്തു? തൻ്റെ ശിരസ് അറുത്ത് അഗ്നിയിൽ ഹോമിക്കുക. കഠിനമായിട്ടുള്ള തപസ്. അതിനൊടുവിൽ എങ്കിൽ ആ തപസ് കണ്ടിട്ടും കേട്ടിട്ടും ആ ഈശ്വരന്മാരാരും തന്നെ അനുഗ്രഹിക്കാൻ വരുന്നില്ലെങ്കിൽ ഈ ദേഹം ഉപേക്ഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴുത്ത് മുറിച്ച് ആ തല അഗ്നിയിലേക്ക് ഹോമിക്കാൻ തീർച്ചപ്പെടുത്തി അദ്ദേഹം എന്ന്
പറയുന്നു. സ്വശീർഷം പാവകേഹോതുമൈച്ഛിത്വാ കരേണഹ, സ്വന്തം ശിരസ് അറുത്ത് അഗ്നിയിൽ ഹോമിക്കാൻ ആഗ്രഹിച്ച് കേശപാശേ ഗൃഹീത്വാശു വാമേന ക്രോധസംയുത, ഇടത്തെ കൈകൊണ്ട് ആ കേശപാശത്തിൽ ആ മുടിക്കെട്ടിൽ ഇങ്ങോട്ട് പിടിച്ചു കോപാകുലനായിക്കൊണ്ട് ദക്ഷിണേന കരേണോഗ്രം ഗൃഹീത്വാ ഖഡ്ഗമുത്തമം, വലത്തെ കൈകൊണ്ട് ഉഗ്രമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന ആ വിശേഷമായ വാളെടുത്ത് ഛിനത്തി ശീർഷം തത്താവദ്വഹ്നിന പ്രതിബോധിത, അങ്ങനെ ആ ശിരസ് മുറിച്ച് അഗ്നിയിലേക്കിടാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് അഗ്നിദേവൻ തന്നെ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു എന്നാണ്. ഉക്തശ്ച ദൈത്യ മൂർധോസി, അങ്ങനെ തടഞ്ഞുകൊണ്ട് ഉക്തശ്ച പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? മൂർഖാന്നാ വിളിച്ചിട്ടുണ്ട്. ഹേ ദൈത്യ, സ്വന്തം ശിരസ് കൊയ്യാൻ തുടങ്ങുന്ന നീയ് എത്ര വിഡ്ഢിയാണ്. മൂർഖ അസി, നീ മൂർഖനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, നീ വിഡ്ഢിയാണ്. ആത്മഹത്യാദി ദുസ്സാധ്യ കഥം ത്വം കർത്തുമുദ്യത, അതിദുസ്സാധ്യമായിരിക്കുന്ന ദുർഘടമായിരിക്കുന്ന ഈ ആത്മഹത്യക്ക് തുനിയാൻ എന്താണ് കാരണം? വരം വരയ ഭദ്രം തേ യസ്തേ മനസ്സി വർത്തത്തെ മാ മ്രിയസ്വ മൃതേനാദ്യ കിം തേ കാര്യം ഭവിഷ്യതി. നിനക്ക് നന്മയുണ്ടാവട്ടെ, വരം ചോദിച്ചോളൂ, എന്താണ് നിന്റെ ആഗ്രഹം? മനസ്സി വർത്തത, എന്താണ് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം? അത് പറഞ്ഞോളൂ. മാ മ്രിയസ്വ, മരിക്കേണ്ട. മൃതേനാദ്യ കിം തേ കാര്യം ഭവിഷ്യതി, മരിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് എന്ത് ആഗ്രഹം, അല്ലെങ്കിൽ മരിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടാനാണ്, എന്താഗ്രഹമാണ് അതിലൂടെ സാധിക്കുക? അതുകൊണ്ട് നീ മരിക്കേണ്ട, നിനക്ക് നന്മയുണ്ടാവട്ടെ. വരം വരയ ഭദ്രം തേ, അപ്പോ നിനക്ക് മംഗളമുണ്ടാവട്ടെ, നന്മയുണ്ടാവട്ടെ, എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കൂ എന്ന് അഗ്നിദേവൻ പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.